നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ആൻഷ്യൻ ജെയിൻ ടെമ്പിളാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇത് സുൽത്താൻ ബത്തേരി സിറ്റിയിൽ തന്നെ വരുന്ന ഒരു ജെയിൻ ടെമ്പിളാണ്. പലരും വിസിറ്റ് ചെയ്യാത്ത ഒരു പ്ലേസാണ്. ഒരുപാട് പേർക്ക് ഇപ്പോഴും അറിയില്ല, വയനാട്ടുകാർക്ക് തന്നെ അറിയില്ല ഇങ്ങനൊരു ജെയിൻ ടെമ്പിൾ, ഇത്രയും പഴക്കമുള്ള ഒരു സംഭവം, ഹിസ്റ്റോറിക് പ്ലേസ് ഇവിടെ ഉണ്ടെന്ന്. വളരെയധികം ഭംഗിയേറിയ ഒരു പ്ലേസാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, 13-ാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ തന്നെ 800-900 അറൗണ്ട് 1000 വർഷങ്ങൾക്ക് മുമ്പുള്ള നിർമ്മിച്ച ഒരു സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. ടെമ്പിൾ രാവിലെ 8:30-ക്കാണ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുന്നത് വൈകുന്നേരം 5:30-ക്കാണ്. പിന്നെ പലർക്കുമുള്ളൊരു തെറ്റിദ്ധാരണയാണ് ഇവിടെ നിന്ന് പണ്ട് ടിപ്പു സുൽത്താൻ ഒരു തുരങ്കപാത മൈസൂർ വരെ നിർമ്മിച്ചിട്ടുണ്ടെന്ന്. അതൊരു മിസ്റ്റേക്കാണ്. അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല, അതൊരു കെട്ടുകഥ പോലെ വന്നതാണ്. ആക്ച്വലി ഇതിൻ്റെ ഉള്ളിൽ, ശ്രീകോവിലിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ തുരങ്കപാതയുണ്ട്. അത് ആ ശ്രീകോവിലിൽ നിന്ന് തുടങ്ങി നേരെ ആ മുമ്പിലുള്ള കാപ്പിത്തോട്ടം വരെയുള്ളൂ. 30 മീറ്ററാണ് അതിൻ്റെ ഒരു ദൂരം, ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. പിന്നെ കിണറിൻ്റെ ഭാഗത്തൊരു തുരങ്കപാത ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ സംഭവം. പിന്നെ ഇത് കൃഷ്ണശിലയിലാണ് ഈ ഒരു ടെമ്പിൾ നിർമ്മിച്ചിരിക്കുന്നത്. പണ്ട് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭാഗമായുള്ള ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലിലാണ് ഇതിൻ്റെ നിർമ്മാണം. ഇവിടെ കല്ലിൽ ഒരുപാട് ചിത്രപ്പണികൾ കാണാം. പിന്നെ ഇവിടെ ടെമ്പിളിന് തൂണ് തന്നെ ഒരു സ്നേക്കിൻ്റെ, ഒരു പാമ്പിൻ്റെ രൂപം കൊത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ രസകരമായൊരു പഴയ സ്റ്റോറി ഉണ്ട്. നമ്മുടെ ഉദ്ദിഷ്ടകാരം സാധിക്കണമെങ്കിൽ അതിൻ്റെ വാലിൽ നിന്ന് വരച്ച് തുടങ്ങി തല വരെ നമ്മൾ കൈകൊണ്ട് വരച്ച് കംപ്ലീറ്റ് ചെയ്താൽ നമ്മുടെ ഉദ്ദിഷ്ടകാരം സാധിക്കുമെന്നാണ് വിശ്വാസം. അതിന് 3 കാര്യങ്ങൾ വേണമെന്ന് പറയുന്നു. 1 ദൈവവിശ്വാസം, 2 മെമ്മറി പവർ, 3 ഇൻ്റലിജൻസ്. ഈ 3 കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇത് സാധിക്കുമെന്നാണ് ഒരു രസകരമായൊരു പഴയ സ്റ്റോറി ഇതിൻ്റെ പിന്നിലുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും അത് വരച്ച് തീർത്തിട്ടുണ്ടോ എന്ന് അറിയിക്കുക. പുതുതായി പോകുന്നവർ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാൻ മറക്കണ്ട. അത്രയേ ഉള്ളൂ. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണാം.